നല്ലൊരു ശമ്പളം, മികച്ച ജോലി, പിന്നെ ഭാവിയിൽ ഒട്ടും ഡിമാൻഡ് കുറയാത്ത ഒരു കരിയർ, ഇതല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലത്ത് IT ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നതും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉള്ളതുമായ ഒരു മേഖലയാണ് ഡേറ്റ സയൻസും ഡേറ്റ അനലിറ്റിക്സും. നിങ്ങളൊരു non-IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണെങ്കിൽ പോലും പൈത്തൺ എന്ന ഒരൊറ്റ ലാംഗ്വേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് കയറി വരാൻ പറ്റും. അതെങ്ങനെയാണെന്നും എവിടെ തുടങ്ങണമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഫീൽഡിൽ ഇത്ര ഡിമാൻഡ്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഓക്കെ, നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ ആമസോണിൽ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കമ്പനികൾക്കെല്ലാം നമ്മളെക്കാൾ നന്നായിട്ട് നമ്മളെ അറിയാൻ പറ്റും. നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നു, അടുത്തതായിട്ട് എന്ത് വാങ്ങും എന്നൊക്കെ അവര് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഡേറ്റ ഉപയോഗിച്ചാണ്. ഈ ഡേറ്റയെ അനലൈസ് ചെയ്ത് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡേറ്റ അനലിസ്റ്റും ഡേറ്റ സയന്റിസ്റ്റും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികൾക്കും ഇവരെ ആവശ്യമാണ്. അപ്പൊ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇത് രണ്ടും ഒന്നാണോ എന്നുള്ളത്. അപ്പൊ ഒന്നല്ല, ഇത് ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് ഡേറ്റ അനലിസ്റ്റ്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഡേറ്റ സയന്റിസ്റ്റിലേക്ക് പോകും. അപ്പൊ ഡേറ്റ അനലിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇവർ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ മാസം എന്തുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞത് എന്ന് കണ്ടുപിടിക്കുന്നത് ഇവരാണ്. ഓക്കെ, ഇനി ഡേറ്റ സയന്റിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇവര് ഭാവിയാണ് നോക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. മെഷീൻ ലേണിംഗും AI ഒക്കെ ഉപയോഗിച്ച് അടുത്ത മാസം സെയിൽസ് എങ്ങനെ കൂട്ടാമെന്നാണ് ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ തുടങ്ങാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പൈത്തന്റെ റോൾ ആക്ച്വലി എന്താണ്? ഡേറ്റ സയൻസ് പഠിക്കാൻ ഏറ്റവും എളുപ്പവും പവർഫുള്ളും ആയിട്ടുള്ള ഒരു ഭാഷയാണ് പൈത്തൺ എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ അത്രയും സിമ്പിൾ ആണ് ഇതിന്റെ കോഡിംഗ് പാർട്ട്. സോ വലിയ ഒരു കാൽക്കുലേഷൻസും ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാനും സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാനും പൈത്തൺ നമ്മളെ സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് കോഡിംഗ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിലും പൈത്തൺ പഠിക്കാൻ വളരെ കുറച്ച് സമയം മാത്രം നമുക്ക് മതി. സാലറിയുടെ കാര്യത്തിലും ഇവര് മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫ്രഷേഴ്സിന് തന്നെ അത്യാവശ്യം നല്ല പാക്കേജാണ് ഈ ഫീൽഡിൽ കിട്ടുന്നത്. എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറിയും കൂടും. സോ നിങ്ങൾ കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു ജോലി നോക്കുന്നുണ്ടെങ്കിലോ ധൈര്യമായി ഈ ഫീൽഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ പൈത്തൺ പഠിച്ചു തുടങ്ങിക്കോളൂ, ബാക്കിയെല്ലാം വഴിയേ വരും. സോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം.